ഞാൻ എന്റെ കുഞ്ഞും കൂടെ വന്നേക്കാണ് ഗൈസ്. ഞങ്ങളിപ്പോ നിൽക്കുന്ന പടിഞ്ഞാറ് കോട്ടയിലാണ് ഗൈസ്. അപ്പൊ ഇതിനെ വന്നേ എന്റെ കുഞ്ഞിനെ ഗ്രൂമിന് കൊടുക്കാനല്ല കുഞ്ഞിനെ ഗൈസ്. എന്റെ കയ്യും ഒക്കെ മോന്തൊന്നും കണ്ട ഓരോ പാടത്തും പറമ്പത്തും പോയിട്ട് അഴുക്കാക്കി വരുവേ. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഗ്രൂമിൽ കൊടുക്കാൻ വന്നേക്കുള്ളേ. കുഞ്ഞിന് ചേച്ചിനെ കാണാണ്ട് 1 മണിക്കൂർ ഇട്ടിട്ട് വരില്ല. കുഞ്ഞിനെ വിഷമിക്കണ്ട കേട്ടാ, ചേച്ചി ഉണ്ട് ഗൈസ്. ഞങ്ങള് തൃശ്ശൂരുള്ള വൈറ്റ് ഡോഗിനാണ് ഗൈസ് ഇവരെ കൊടുക്കാറില്ല. നിന്നെ വിക്കട്ടെടാ, ഞാൻ വിക്കട്ടെ പറ വിക്കട്ടെ. ചേച്ചിനോട് കുഞ്ഞ് ഗൈസ് നമ്മളെ വൈറ്റ് ഡോഗ് എത്തിണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളെ വൈറ്റ് ഡോഗ് എത്തി ഗൈസ്. എന്റെ കുഞ്ഞിനെ വാങ്ങിച്ചതും വൈറ്റ് ഡോഗിനാണ് അല്ലേ? അതുകൊണ്ടാണ് എന്റെ കുഞ്ഞ് വൈറ്റ് ഇരിക്കുന്നത്. വൈറ്റ് ഡോഗിനെ വഹിച്ചോണ്ടാണോ കുഞ്ഞിനെ വൈറ്റ് ഇരിക്കണത്? ഇപ്പൊ വൈറ്റായില്ലേ? ഇവിടെ എന്റെ ബീഗുവിന്റെ പഴണ്ട് വൈറ്റ് ഡോഗെത്തി. അതോടെ വൈറ്റ് ഡോഗിലെത്തിണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ക്യൂട്ടായിട്ടുള്ള പപ്പിനുണ്ട് ഗൈസ്. എന്റെ കുഞ്ഞിനെ പോലെ ഉണ്ട്. കാണിച്ചു തരാം. കിട്ടിയിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ കൊടുത്തിട്ട് വന്നു ഗൈസ്. ഗൈസ് അവിടെ ഡോഗി ഞാണ്ടാ എന്റെ കുഞ്ഞു മുടി വളർത്തിയതേപോലെ ഗൈസ്. എനിക്ക് അതിനെ എടുത്തിട്ട് കൊല്ലാൻ തോന്നുന്നു. ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവിടേക്കാ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായി തോന്നുന്നു. ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ശോഭസിറ്റിക്കാണ് ഗൈസ്. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഗൈസ് ഞാൻ ശോഭസിറ്റിക്ക് വരുന്നു. ചിലപ്പോ 1 വർഷം ഉണ്ടാവും വന്നിട്ട്. അപ്പൊ തൃശ്ശൂര് വരുമ്പോ സെലക്സിക്കൊക്കെ പോവാറ്. ശോഭയ്ക്ക് വരാറേ ഇല്ല. ഞങ്ങള് കാർ പാർക്കിങ്ങിന് വന്നേക്കാണ് ഗൈസ്. കാർ പാർക്കിങ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ കുട്ടി ഷോപ്പിങ്ങിന് വന്നേക്കാണ് ഗൈസ്. വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല. ചിലപ്പോ 1-2 കടയിൽ കയറത്തനുള്ള ഗൈസ്. ചെറിയ ഷോപ്പിംഗ് ഗൈസ്. നമുക്കിനി അകത്തെത്തിയിട്ട് കാണാം. ശോഭ മകളുടെ അകത്തെത്തിയിട്ട് കാണാം.